ഒരോളം സൃഷ്ടിക്കാൻ തന്നെയാണ് ഈ സദാശിവം വന്നിരിക്കുന്നത്. സോ രണ്ടാമത്തെ തവണ മൈൽ സ്റ്റോൺ മേക്കേഴ്സിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ മൊമെന്റിൽ സാറിന്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന കാര്യങ്ങൾ എന്താണ്? ഏത് ഗുളിയം കയറിയ സമയത്താണോ ഞാൻ ഈ സിനിമ എടുത്ത് തലവെച്ചത്? ഞാൻ എന്താണ് അടുത്തത് വരാൻ പോകുന്നത് എന്നുള്ള ഒരു ആകാംക്ഷയിലായിരിക്കുന്നത്. ദൈവം കാക്കട്ടെ. ഓ എന്നെ ഇവിടെ കൊണ്ടുവന്നിരുത്തിയിരിക്കുന്നതിന്റെ യഥാർത്ഥ ഉദ്ദേശം എന്താണെന്ന് ഇനി അറിയാനിരിക്കുന്നതേ ഉള്ളൂ. എന്താ എന്റെ ഉദ്ദേശം? മുഹൂർത്തമായി നിങ്ങളുടെയൊക്കെ ആശീർവാദത്തോടും അനുഗ്രഹത്തോടു കൂടി ഈ മഹത്തായ സ്ഥാപനത്തിന്റെ ഉദ്ഘാടന കർമ്മം ഞാൻ നിർവഹിക്കുകയാണ്. അപ്പൊ തുടങ്ങില്ലേ വെട്ടും കുത്തും ബഹളമൊക്കെ. സന്തോഷ് സർ ബ്രേക്ക് ചെയ്ത ഏറ്റവും വലിയ കംഫർട്ട് സോൺ എന്താണ്? ബ്രേക്ക് ചെയ്യാനുള്ള മാത്രം ഒരു കംഫർട്ട് എനിക്ക് ഉണ്ടായിരുന്നില്ല. ഈ കംഫർട്ടിൽ ഇരിക്കുമ്പോഴാണല്ലോ അത് ബ്രേക്ക് ചെയ്യാൻ പറ്റുക. വളരെ കറക്റ്റ്. ഞാൻ കംഫർട്ടിലായിരുന്നില്ല ഒരിക്കലും. ഇപ്പോഴും അല്ല. ഈ നിമിഷവും ഞാനിപ്പോ കംഫർട്ടിലല്ല ഇരിക്കുന്നത്. ബെസ്റ്റ് തുടക്കം. എന്താ സാർ അങ്ങനെ? ഞാൻ ആയതുകൊണ്ടാണ് സാർ ഒരു കംഫർട്ട് പ്രോബ്ലം? സാർ ഒരു ഇൻട്രോവേർട്ട് ആണോ എക്സ്ട്രോവേർട്ട് ആണോ? ഞാനൊരു ഇൻട്രോവേർട്ടാണ്. ഇൻട്രോവേർട്ട് ആണ്. അതെ അതെ. വലിയ ഒച്ചയമ്പുകളൊക്കെ കാണും, പക്ഷെ അവസാനം കാമ്പൊന്നും ഉണ്ടാവില്ല പലപ്പോഴും വലിയ എക്സ്ട്രോവേർട്ടുകൾക്ക്. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. എന്തിനും റെഡി ആയിട്ടിരിക്കുകയാണ്. ഞാനാണെന്ന് അറിഞ്ഞപ്പോഴേ സാർ മെന്റലി പ്രിപ്പയർഡ് ആയി. ഇത് ഇങ്ങനെയാണ്. എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. ഒരു ചെറിയ ഇൻട്രോവേർട്ട് ആയിരുന്ന സാറിൽ ഇനിയും മാറാത്ത ഒരു കാര്യം എന്തായിരിക്കും? ഓ അസത്തിന് തുടങ്ങി. ഇപ്പോഴും ഇൻട്രോവേർട്ട് തന്നെയാണ് ഞാൻ. ഇപ്പോഴുണ്ട് അതിൽ ഒരു മാറ്റം. എന്നെ നിങ്ങളെപ്പോലെ ഒരാൾ വന്നൊന്ന് പ്രകോപിപ്പിക്കുമ്പോൾ മാത്രമാണ് ഞാൻ എന്തെങ്കിലും കൂടുതലായിട്ട് വർത്താനം പറയുക. അതല്ലെങ്കിൽ ഞാൻ മിണ്ടാതിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. കോമൺ സെൻസ് സീരിയലാത്തോണ്ട് എവിടെ പോയാലും നോൺസെൻസ് മാത്രമേ സംസാരിക്കൂ. എല്ലാ ദിവസവും എത്ര നേരം കിട്ടിയാലും കഴിക്കാൻ പറ്റുന്ന ഒരു ഫുഡ്. പഴം പുഴുങ്ങിയത്. പഴം പുഴുങ്ങിയത്. അത് ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. ഈ പറഞ്ഞതിന് വേറൊരു അർത്ഥം ഇല്ലേ? ഏയ് അങ്ങനെ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. കേരളത്തിന്റെ ഈ 2025 ഈ ഒരു സമയത്ത് മാറാത്തൊരു ശാപം എന്ന് സാറിന് തോന്നുന്ന കാര്യം എന്താണ്? വൃത്തിയില്ലായ്മ. ഓരോന്നാട് ഇറങ്ങിക്കോളൂ. 100 പേരുണ്ട്, പക്ഷെ ദേ നിൽക്കുന്നവൻ നല്ല അസൽ മലയാളിയാണ്. കേരളത്തിലാണ് അവൻ ജനിച്ചതെന്ന് സാർ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും? അത് പലപ്പോഴും എന്തെങ്കിലും തോന്നിയാസം കാരണമായിരിക്കും. ഒരു ടിപ്പിക്കൽ മലയാളിയിലുള്ള എന്ത് കാര്യമാണ് സാർ എന്നിൽ നോട്ടീസ് ചെയ്തത്? ഇല്ല, ഞാനത് പറയല. അത്ര മോശമാണെന്നാണോ സാർ? മോശം അഭിപ്രായം. നിങ്ങൾ നല്ലൊരു ആങ്കറാണ്, നല്ലൊരു പ്രസന്ററാണ്, നല്ലൊരു ഇന്റർവ്യൂറാണ്. അതെ, ഈ മേഖലയിൽ നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഐ ഡു അപ്രീഷിയേറ്റ്. ദാറ്റ്സ് വൈ ഐ ആം ഹിയർ അഗെയിൻ. താങ്ക് യു സോ മച്ച്. ഞാനും ഹസ്ബൻഡും ട്രാവൽ ചെയ്യുമ്പോൾ 3 ബാഗ്സും എന്റെയാണ്. പുള്ളിക്ക് മൂന്നാമത്തെ ഒരു ചെറിയ സ്പേസ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. സാറപ്പോ ഇത്രയും മിനിമൽ ആയിട്ട് വെറും ക്യാരി ഓൺ ബാഗ്സും ആയിട്ട് പോകുമ്പോ? അല്ല, ഞാൻ യാത്ര ചെയ്യുന്ന ലഗേജ് എടുക്കാനല്ല, അതുകൊണ്ടാണ്. സന്തോഷ് സാറ് ഫ്ലൈറ്റ് മിസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഒരു ഫ്ലൈറ്റ് പോലും മിസ് അത് ചെയ്തിട്ടില്ല. സാമാന്യ ബോധമുള്ള ഒരാൾക്ക് മിസ് ചെയ്യാറില്ല. മനുഷ്യൻ നാണകർത്തൻ അല്ലക്കേ, ഇളകണ സീസണാ. കാരണം വിമാനം മിസ് ചെയ്യുന്ന ഒരുത്തം പിന്നെ എന്തിനാ യാത്ര ചെയ്യുന്നത്? പ്രതിഭയാണ്, പ്രതിഭാസമാണ്. തിരുമേനിയോട് യാത്ര പറഞ്ഞില്ല. ഇവിടെ ഉണ്ടായിരുന്നോ? എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് അടുത്ത ശനിയാഴ്ച വരാം. ചാടി എഴുന്നേറ്റ് പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി 2 റൗണ്ട് ഓടി ഒന്ന് പോണം.